ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് 2023 TVS റോണിക്കാണ്. അതും സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷിനൊക്കെ പോയിട്ട് വാഷിന് കൊടുത്തിട്ട് എടുക്കുവാണ്. വാഷിന് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. വീഡിയോ എടുത്ത് വണ്ടിയുടെ ചെറിയൊരു റൈഡ് റിവ്യൂവും പിന്നെ ഒന്ന് ട്രാഫിക് ടെസ്റ്റ് ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 20 ഹോഴ്സ് പവർ, 19.5 ന്യൂട്ടൺ ടോർക്കും. പിന്നെ ഇത്ര നേരം അവിടെ നിന്ന് വെയിലുള്ളായിരുന്നു, വാഷ് ചെയ്യുന്നിടത്ത് നല്ല തിരക്കായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്ന് കഴുകിയിട്ട് നമ്മളിനിയിപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആശ്രാമം വഴി കറങ്ങി തിരിച്ചൊന്ന് കൊല്ലത്ത് പറഞ്ഞാൽ എനിക്ക് 1-2 സാധനം മേടിക്കണം. അപ്പോൾ ആ ഒരു പ്രകാരം ഇവിടെയാണ് ഏറ്റവും പ്രശ്നമുള്ളത്. പിന്നെ ഈ വണ്ടിയിൽ ഞാൻ നോട്ടീസ് ചെയ്യാൻ പറ്റിയതിൻ്റെ മിറേഴ്സ് ഇച്ചിരി പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കൈ തന്നെയാണ് കാണുന്നത് കൂടുതലും. മറ്റേ എന്തോ പറയുന്നത് സൈഡ് വ്യൂ കാട്ടി കൂടുതൽ ഞാൻ കാണുന്നത് എൻ്റെ കൈയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഒന്ന് ഇനി അടുത്ത് ഇവിടുത്തെ ട്രാഫിക്ക് വണ്ടിയുടെ ആംബുലൻസ് ഇടുന്ന വണ്ടിയുടെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ലോ ആൻഡ് ടോർക്ക് ഉണ്ട് കേട്ടോ. 3-ാമത്തെ ഗിയറിലൊക്കെ 20, ഹാഫ് ക്ലച്ച് പോലും ഇല്ല, സിംഗിൾ ഹാൻഡിലാണ് ഓടുന്നത്. 20 താഴെ വണ്ടി പോകും. ബാക്കി വണ്ടിയൊന്നുമില്ല, നമുക്ക് പയ്യെ ഇടത്തോട്ട് ഒതുക്കിയിട്ട് അല്ലാതെ ഇപ്പോൾ ഇറക്കുമല്ലോ, ഇറക്കത്തെ കാണിച്ചാൽ ലോ ആൻഡ് ടോർക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിന്. നല്ല ലോ ആൻഡ് ടോർക്കാണ്, പിന്നെ നല്ല സൗണ്ടാണ്. ഇതിപ്പോൾ ഇതിനകത്ത് ക്യാപ്ചർ ആവില്ലെന്ന് അറിയില്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം സൗണ്ട് ക്യാപ്ചർ ആവാനായിട്ട്. കൈ എപ്പോൾ കൊടുത്താലും നല്ല പെട്ടെന്ന് കയറുന്നുണ്ട്. ആ 225cc എഞ്ചിനും കൂടെ ആയതുകൊണ്ട് നല്ലൊരു സ്മൂത്ത്നെസ്സും ഉണ്ട് പവർ ഡെലിവറിയിൽ. എവിടെയും വൈബ്രേഷൻ വലുതായിട്ട് അറിയുന്നില്ല. ഞാനിപ്പം 70-ലാണ് പോകുന്നത്, അറിയുന്ന പോലുമില്ല. വലുതായിട്ട് വിൻ ബ്ലാസ്റ്റും ഇല്ല. അതിപ്പോൾ ക്രോസ് വിൻസുള്ളതായിട്ട് ഞാൻ അനുഭവിക്കുന്നില്ല, കൊണ്ട് അറിയാൻ പറ്റാം. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ വൈബ്രേഷൻ ഇല്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. സീറ്റിംഗ് കംഫോർട്ടും എയർട്രോണിക്സ് വായി വരുന്നില്ല പെട്ടെന്ന് അവർക്ക്. അപ്പോൾ സീറ്റിംഗ് കംഫോർട്ടും നല്ല കംഫോർട്ടുണ്ട്. നമ്മൾ ലോവർ ബാക്കും എല്ലാം നല്ല എന്തോ പറയുന്നത് കംഫോർട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ 3-ാമത്തെ ഗിയറിൽ നിന്നാണ് അവിടെ വളഞ്ഞത്. ഇപ്പോൾ എൻ്റെ KTM പോലും ആയിരിക്കണം. അങ്ങനെ ആശാൻ പോകണ്ട എന്നുള്ള രീതി അതങ്ങ് പറഞ്ഞേനെ. ഇതിൽ ആ കുഴപ്പമില്ല. ഇതിപ്പോൾ നല്ലോണം വളയനും ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബൈക്ക്. എന്ന് വെച്ചാൽ ഇത്ര നല്ല ലോ ആൻഡ് ടോർക്കും ഇത്ര സ്മൂത്തായിട്ട് സിറ്റിയിൽ ഓടിച്ചിടക്കും എന്ത് രസമുണ്ട്. ഞാനിപ്പോൾ ഞാൻ ഓടിച്ച ബൈക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ബൈക്കാണ്. ട്രാഫിക്കിലൊക്കെ നല്ലോണം ഓടിക്കാം. പിന്നെ എനിക്ക് ചെയ്യുമ്പോൾ ഇത്തിരി കോൺഫിഡൻസ് ഉണ്ട്. ടയറിൻ്റെ ആണോ അതോ ബൈക്കിൻ്റെ വെയിറ്റ് ഇംബാലൻസ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ചെയ്യുമ്പോൾ ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഇത് ഇപ്പോൾ ഇറങ്ങുന്ന മറ്റ് ബൈക്കുകളെ പോലെയല്ല, മറ്റേ ചെയിൻ കവറൊക്കെ ഉണ്ട്. അത് വലിയൊരു എന്താ പറയുന്നത് അഡ്വാൻറ്റേജാണ്. ചെയിനൊന്നും പെട്ടെന്ന് അങ്ങനെ ചീത്തയാവത്തുമില്ല. ഞാനത് അവസാനമായിട്ട് കണ്ടത് എൻ്റെ അച്ഛൻ്റെ ബൈക്കിലാണ്, ഒരു 150cc ബൈക്കിൽ കാണുന്നത്. അതായത് ഇപ്പോഴൊന്നും മിക്ക ബൈക്കിനും ചെയിൻ കവർ ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. അതായത് ഇങ്ങനത്തെ ഒരു 200cc ഒക്കെ വരുമ്പോൾ TVS ആ കാര്യത്തിൽ വണ്ടിക്ക് നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, എന്തോ പറയേണ്ട മുൻഗണന കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാല് വയ്ക്കുന്ന ഇത്തിരി ഫ്രണ്ടിലോട്ടാണ്. എനിക്ക് ഇതിൻ്റെ സൗണ്ടൊന്ന് കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് സാഹചര്യം കിട്ടുന്നില്ല. ഇപ്പോൾ കാല് വയ്ക്കുന്ന കാര്യം, അപ്പോൾ കാല് വയ്ക്കുന്ന കാര്യം എനിക്കിത് കംഫോർട്ടാണ്. കാല് സുഖമായിട്ട് വയ്ക്കുന്നത്, മറ്റേ ഒരു സ്ട്രെസ്സോ ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇല്ല, ക്രൂസർ ടൈപ്പും കൂടെ ആയിട്ടോ ഇത് പറയുന്നത് TVS. എനിക്ക് ക്രൂസറിന് അറിയാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുണ്ടായത് ഞാൻ എന്താ കറക്റ്റ് കണ്ടോ, ടാങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് കാല് ഇവിടെ അഡ്ജസ്റ്റ് ആയിട്ടിരിക്കുന്നു. അതും പിന്നെ ചൂട് കാരണം നല്ല ദാഹിക്കുന്നുമുണ്ട്. അപ്പോഴേക്കും സംസാരിച്ച തൊണ്ടയും കിട്ടുന്ന കയറിയതായി വണ്ടി ഓടിച്ച് പഠിക്കുകയാണെന്ന് തോന്നുന്നു. അതോ വണ്ടി പഠിപ്പിച്ചെടുക്കുന്നവരാണോ ഇങ്ങനെ ഓടിക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് കറങ്ങി ചിന്നക്കട വഴി ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമല്ലേ? ആഹാ, എൻ്റെ കൂട്ടുകാരൻ ആ കാറി ഇരിപ്പുണ്ട്.
ഇതിപ്പോൾ വണ്ടി എനിക്ക് പ്ലാന്റർ ഫുഡാണ്, ഫുള്ളി പ്ലാന്റർ ഫുഡാണ്. ഒരു ഡിസ്കംഫോർട്ടും ഇല്ല, സുഖമായിട്ട് തന്നെ. ഓട്ടോക്കാരനൊക്കെ പെട്ടെന്ന് എടുത്തൊരു വളവാണ് വിചാരിക്കുന്നതും കാട്ടി. 4ാമത്തെ ഗിയർ ഇതോ 35, 30. ഒരു നോക്കിങ് ഇല്ല, ക്ലച്ചില്ല. 30 താഴെ പോവും. 28 വരെ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഒരു കുഴപ്പമില്ലാതെ വണ്ടി പുള്ളി ചെയ്തെടുക്കുന്ന വലിയ വൈബ്രേഷനോ ഒന്നും അനുഭവപ്പെടാതെ തന്നെ. അത് നല്ലൊരു കാര്യമാണ്. ഞാനാണെങ്കിൽ പക്ക എന്താ പറയുന്ന നമ്മളെ വയസ്സായവരുടെയും അച്ഛന്മാരുടെയൊക്കെ ഞാൻ ഓടിക്കുന്ന ബൈക്ക് അതെനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ ഇവിടെ നിന്ന് റോഡ് ക്ലിയർ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം. പിന്നെ വണ്ടിയുടെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ വലിയ ഹീറ്റിങ്ങിനും അനുഭവപ്പെട്ടില്ല. ഞാൻ നല്ല ബമ്പർ ട്രാഫിക്കിൽ കിടന്നായിരുന്നു ഒരു 10-20 മിനിറ്റോളം. അപ്പോൾ ഒരു വിധത്തിലുള്ള ചൂടും ദേഹത്തോട്ട് അടിച്ചിട്ടില്ല. പിന്നെ വണ്ടി എടുക്കല്ലേ ചേട്ടാ, എനിക്കെട് ബ്രേക്ക് കൂട്ടിയിട്ട് പിന്നെയും എടുക്കാൻ മതി. അപ്പോൾ കൂളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലിക്വിഡ് കൂൾഡല്ല, ഓയിൽ കൂൾഡ് വിത്ത് എയർ കൂൾഡാണ്. പക്ഷേ ഇതുവരെ അത്രയ്ക്ക് ഹീറ്റൊന്നും ആയിട്ടില്ല. വണ്ടി നല്ല സ്മൂത്തായിട്ട് തന്നെ ഓടുന്നുണ്ട്. ഇതിലെ വെയിറ്റെന്ന് വെച്ചാൽ രാവിലെ വരുന്ന വഴിക്ക് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുളങ്കാടം സ്ഥലത്തിലോട്ട് പെട്ടെന്ന് പോകുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തുവായിരുന്നു, ട്രാഫിക് റെഡ് സിഗ്നലാണല്ലോ. പോകുന്ന വഴിക്ക് ഒരു ബസ്സുകാരൻ, KSRTC കാരൻ അവിടെ നിന്ന് ഓവർടേക്ക് ചെയ്ത് ഇങ്ങ് വരുവാ. ഇതിലേ പോകുന്ന വഴിക്ക് മറ്റേ നമ്മളെ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അത് ഓവർടേക്ക് ചെയ്ത് നേരെ എൻ്റെ നെഞ്ചത്തോട്ടാണ് കൊണ്ട് കയറ്റിയത്. ഞാനാണെങ്കിൽ ഒതുക്കി അങ്ങ് മാക്സിമം ഒതുക്കി, എന്നിട്ട് ഒതുങ്ങി ഞാൻ നിർത്തേണ്ട അവസ്ഥയായി. അപ്പോൾ അങ്ങനെ കുറേ ബസ്സുകാരന്മാരുണ്ട്. അവന്മാരെന്തോ വലിയ ഇതാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ മത്സരിച്ചാൽ പോയത്. ബാക്കിൽ വേറൊരു KSRTC ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അടുത്തെത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്ത് മാനിയായിട്ടാണ് പോയത്. പക്ഷെ അല്ലാതെ മറ്റവൻ അതിനെ ഓവർടേക്ക് ചെയ്ത് നല്ല അഹങ്കാരം പിടിച്ചാൽ ഓടിച്ചത്. സിഗ്നലായോ? അത് ഓഫായതാണ് സിഗ്നൽ. എന്തായാലും പുതിയ ഫീച്ചറാണെന്ന് തോന്നുന്നു. സിഗ്നൽ പച്ചയ്ക്ക് വരെ ഓഫാവെന്ന് കാണിക്കുന്നത്. നമ്മളെ TVS റോണിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഥവാ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാം. പിന്നെ വേറെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി റിവ്യൂ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വീഡിയോ ബൈക്കിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ വെറൊരു ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് റിവ്യൂ ആണ്. അപ്പോൾ അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.